ഹലോ, ഞാൻ ദേവി ദേവദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ ട്വിൻ ഫ്ലെയിംസിൻ്റെ ചില ഡിഫറൻസസ് പറയുന്ന ഒരു വീഡിയോ ആണിത്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ ഒരു സോള് സ്പ്ലിറ്റായി രണ്ട് പേരിലായിട്ട് ഒരേ സമയം ഇൻകാർണേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ലീഡ് ചെയ്ത് പോകുന്നത് ആദ്യം അവേക്കണ്ടായ ആളായിരിക്കും. മിക്കവാറും ഡിവൈൻ ഫെമിനിൻസ് ആയിരിക്കും. ജേണി ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് യൂണിവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു മെയിൻ ഡിഫറൻസ് എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്നൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഏജ് ഗ്യാപ്പാണ്. ഏജ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡിവൈൻ ഫെമിനിൻ മിക്കവാറും ഏജ് കൂടുതലായിരിക്കും. പക്ഷേ സോൾ ലെവലിൽ അവർ ഒരേ ഏജ് തന്നെ ആയിരിക്കും. അത് കാരണം അവർക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അതാണ് സാധാരണ കണ്ടുവരുന്നൊരു ഡിഫറൻസ്. അതൊരു എത്ര വയസ്സ് വേണോ പോവാം, 10 ഇയേഴ്സ് പ്ലസ് ആവാം, അതിൽ കൂടുതൽ പോവാം, അങ്ങനെയൊക്കെ പോവാം. പക്ഷേ സോൾ ലെവലിൽ അവർ ഒരേ ഏജാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നായിരിക്കും, ഒരാൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്നായിരിക്കും, ഒരു ഫോറിനർ ആയിരിക്കും അവരുടെ ട്വിൻ ഫ്ലെയിം. അങ്ങനെയും വരാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഒരാൾ ഭയങ്കര ഹൈ ലെവലിലായിരിക്കും, ഭയങ്കര റിച്ച് ആയിരിക്കാം. മറ്റേ ആൾ ഫിനാൻഷ്യലി വളരെ ഒരു താഴ്ന്ന നിലയിലുള്ള ആളായിരിക്കാം. പിന്നെ സൊസൈറ്റിയിൽ ഒരാളുടെ സ്റ്റേറ്റസ് ഭയങ്കര ഒരു ഹൈ ലെവലിലുള്ള ആളായിരിക്കാം, മറ്റേ ആൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ട്വിൻ ഫ്ലെയിംസിൽ കാണും. ഈ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സെയിം ജെൻഡർ ട്വിൻ ഫ്ലെയിംസ് ഞാൻ പറഞ്ഞു അങ്ങനെയും വരാം. ഈ ഡിഫറൻസസ് ഒക്കെ തന്നെ ഓരോ ചലഞ്ചസാണ്. അവർ ഈ ഡിഫറൻസസൊക്കെ തന്നെ ഹീല് ചെയ്ത് അത് ഓവർകം ചെയ്ത് വരേണ്ടതാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഹീലിംഗ് നടക്കുന്നത്. കാരണം ഈ സൊസൈറ്റിയുടെ മുന്നിൽ സൊസൈറ്റിയുടെ കുറേ റൂൾസാണിതെല്ലാം. സൊസൈറ്റിയുടെ റൂൾസ് എന്ന് പറയുമ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു കപ്പിൾ, അതിൽ ഒരാൾ നല്ല ഏജ് ഉണ്ടെങ്കിൽ അത് ഒരു മാസ്കുലിനാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. എന്നാൽ ഫെമിനിനാണ് ഏജ് കൂടുതലെങ്കിൽ അതൊരു പ്രശ്നമാണ്. സൊസൈറ്റിയിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഫോറിനറിനെ കല്യാണം കഴിച്ചാലോ അവരുടെ പാർട്ട്ണർ ഫോറിനറാണെന്ന് പറഞ്ഞാലോ അതും സൊസൈറ്റി അംഗീകരിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം. ഏജ് ആണെങ്കിലും ഈ എന്ത് സ്റ്റേറ്റസ് ആണെങ്കിലും ഒരാൾ ഹൈ ലെവൽ ഒരാൾ താഴെ, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ സൊസൈറ്റിയുടെ ഓരോ നിയമങ്ങളാണ്. സൊസൈറ്റി ഇത്രയും നാൾ വിശ്വസിച്ച് വന്നിരുന്ന കുറേ കാര്യങ്ങളാണ്, ആൾക്കാർ ഫോളോ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളാണ്. ഈ ഓരോ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് വന്ന സോൾസാണ് ട്വിൻ ഫ്ലെയിംസ്. അതുകൊണ്ട് തന്നെ അവരുടെ സോൾ കോൺട്രാക്റ്റിൽ അവരിത് സൈൻ ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. അവരിങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരാൾ വന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ആൾ വരുന്നത്. ഒരാൾ ഇങ്ങനെ ഒരു ഫാമിലിയിലായിരിക്കും ജനിക്കുന്നത്, മറ്റേ ആൾ വേറൊരു ലെവലിലുള്ള ഫാമിലിയിലായിരിക്കും ജനിക്കുന്നത്. ഇങ്ങനെയൊക്കെ അവർ ആ ചലഞ്ചസ് ഏറ്റെടുത്ത് വരികയാണ്. എന്നിട്ട് ഇവിടെ വന്ന് ആ ചലഞ്ചസ് അവർ ഓവർകം ചെയ്യുകയാണ്. അവരുടെ ആ ഫിയർ, സൊസൈറ്റി എടുത്തൊരു ഫിയർ ഉണ്ടാവും. ജേണിയിൽ അവേക്കൻഡ് ആവുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ടാവും. ജേണി അവേക്കൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ആ ഫിയർ എല്ലാം മാറും. കാരണം ജേണി ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് യൂണിവേഴ്സാണ്. കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഗോഡ്സ് ആൻഡ് ഏഞ്ചൽസ് ആണ്, ഹയർ ബീയിങ്സ് ആണ്. അപ്പോൾ പിന്നെ സൊസൈറ്റിയിലെ ഓർഡിനറി ആയിട്ടുള്ള കുറേ എന്താ പറയുക, ഒരു വളരെ അൺഅവേക്കൻഡ് ആയിട്ടുള്ള, അവരെ കുറ്റം പറയല്ല, 3D ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളല്ല, ദൈവത്തിൻ്റെ നിയമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നവർക്ക് മനസ്സിലാവും പതിയെ. ഈ അൺഅവേക്കൻഡ് എന്ന് പറയുമ്പോൾ അവരാരെയും കുറ്റപ്പെടുത്തില്ല. കാരണം എല്ലാവരും ഒരിക്കലും അൺഅവേക്കൻഡ് ആയിരുന്നു. പതിയെ അവർ അവേക്കണിങ്ങിലോട്ട് വരുന്നതാണ്. അപ്പോൾ അൺഅവേക്കൻഡ് ആയിട്ടുള്ളവർ 3D ലെവലിലാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ എല്ലാ തോട്ട് പ്രോസസ്സും ആ രീതിയിലാണ്. അവർക്കൊരു ഹയർ പെർസ്പെക്റ്റീവ് എന്നൊരു കാര്യത്തിനെ കാണാൻ കഴിയില്ല, അതെന്ത് കാര്യമാണെങ്കിലും. പക്ഷേ ട്വിൻ ഫ്ലെയിംസിന് അങ്ങനെയല്ല. അവർക്ക് ഹയർ പെർസ്പെക്റ്റീവ് എന്ന് കാണാൻ കഴിയും. അവർക്ക് യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് ആ സൊസൈറ്റി അടുത്തുള്ളൊരു പേടി മാറും. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു പേടി മാറും. കാരണം എന്തെന്ന് വെച്ചാൽ അവർ ഈ ജേണിയിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും യഥാർത്ഥ ട്രൂത്ത്. അതുകൊണ്ടാണ്
മറ്റുള്ളവരും പതിയെ അവേക്കണ്ടായി മാറും. അപ്പോൾ അവരുടെ ആ ചിന്താഗതിയും മാറും. പക്ഷേ മാറുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല. മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയില്ല. അവർക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ലെവലിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല. അത് അവരെ കുറ്റമല്ല. അതുകൊണ്ട് അവരെയൊക്കെ ഫോർഗീവ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും ട്വിൻ ഫ്ലെയിംസ്. അതാണ് ആ ജേർണിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ഡിഫറൻസസ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.